സാധാരണ ഇവിടെയൊക്കെ നല്ല ട്രാഫിക് വരാറുണ്ട്. എന്തായാലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൻ്റെ ആയിരിക്കും അധികം ട്രാഫിക് കൂടി ഇല്ലാത്തത്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ട്രാഫിക് കിട്ടും. ഇതിലൊക്കെ ഒരു നൈറ്റ് ഒരു 7-7:30 കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും കേട്ടോ. അതർ സ്റ്റേറ്റ്സിലെ ലോറികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. കണ്ടെയ്നേഴ്സും വലിയ ലോറികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓവർടേക്കിംഗ് വളരെ ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഓവർടേക്കിംഗ് ഒരു ഓട്ടോയെ പോലെ നമുക്ക് ധൈര്യം സംഭരിച്ചിട്ട് വേണം ഒന്ന് ഓവർടേക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു റോഡാണത്. ശരിക്കും ഒരു 20 കൊല്ലം മുൻപെങ്കിലും ഇവിടെ അതായത് 4 വരിപ്പാത വരേണ്ടതായിരുന്നു. ഇപ്പോൾ പിന്നെ 6 വരിയായി. എങ്കിലും ഇത്രയും വർഷം ആളുകൾ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് ഇതിലെ പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും മറ്റുള്ള ജില്ലകളിൽ നിന്നും വരുന്ന ആളുകൾ എറണാകുളത്താനൊക്കെ ആയിട്ട് വളരെയധികം സഫർ ചെയ്തിട്ടാണ് ഇത്രയും കാലം ഇതിൽ വന്നുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിരിക്കും റോഡ്. പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലോക്ക് വന്നു തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് വണ്ടികൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ ബ്ലോക്ക് കിട്ടി തുടങ്ങും. നമുക്ക് പീക്ക് ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിലെ പോകാനായിട്ട്. ഇപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർ എത്താൻ 4 മണിക്കൂറിന് മേലേക്ക് എടുക്കാറുണ്ട്. പക്ഷേ ഇനി NH-66 വർക്ക് കഴിഞ്ഞ് അത് ഫുള്ളി ഫോർ ട്രാവലിങ്ങിന് നൽകി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. എനിക്ക് തോന്നുന്നു ചിലപ്പം എറണാകുളം അതായത് എടപ്പള്ളിയിൽ നിന്ന് ഗുരുവായൂർക്ക് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ ആകുമ്പോഴേക്കും എത്താൻ പറ്റും. സത്യം പറഞ്ഞ ഈ റോഡൊക്കെ 1990-കളിൽ ഇങ്ങനെ തന്നെയാട്ടോ. ഇതേ ബ്ലോക്കും ഇത്രയധികം വണ്ടികൾ വരാറുണ്ട്. ഇപ്പോൾ എല്ലാം പുതിയ വണ്ടികളായിരുന്നു മാത്രം. ഇത്രയധികം കാറൊന്നും വന്നില്ലെങ്കിലും ആളുകൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ഇഷ്ടം പോലെ ഉപയോഗിച്ചിരുന്നു. നല്ലോണം ബസ് 10-30 വർഷങ്ങൾക്ക് മുൻപും ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതേ ബ്ലോക്ക് അന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സഞ്ചരിച്ചിട്ടുള്ള റോഡുകളിൽ ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡുകൾ ഒന്ന് തന്നെയാണിത്. പീക്ക് ടൈമിൽ ഈ റൂട്ടിൽ കാറൊക്കെ ഓടിച്ച് പോകുന്നവർക്കാണെങ്കിൽ ക്ലച്ചൊക്കെ ചവിട്ടി അവരൊരു പരിവായി ഉണ്ടാവും, ക്ഷീണിച്ചിട്ടുണ്ടാവും. അതിനേക്കാളും കഷ്ടമായിരിക്കും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ. 4.5 മണിക്കൂറൊക്കെ ഇരുന്ന് എറണാകുളത്ത് നിന്ന് ചാവക്കാട് ഗുരുവായൂർ ഏരിയയിലേക്ക് എത്തുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കൊക്കെ ഒരു പരിവായിട്ടുണ്ടാവും. ഫിസിക്കലി നമ്മൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടാവും. കാരണം നമ്മൾ വെറുതെ ബസ്സിലിരുന്നിട്ട് ലോങ് ഹൈവേ കൂടെ പോകണ പോലെ അല്ല ഇതിലേ പോകുമ്പോൾ. ഒരുപാട് ടേണിങ്ങും എല്ലാം കൂടി ബസ്സിൽ ബ്രേക്കും ഒക്കെ ചവിട്ടിയൊക്കെ വരുമ്പോഴേക്കും നമ്മളുടെ ഫിസിക്കലി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഈ ബസ് സ്റ്റോപ്പൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആട്ടോ. ഇവിടെ ഒരു ആളെ കയറ്റാൻ വേണ്ടി ഈ ബസ് നിർത്തിയതാണ്. അവിടെ മൊത്തം ബ്ലോക്കായി. ഒരു വണ്ടിക്ക് പോലും ഇങ്ങോട്ട് കിടക്കാനുള്ള സ്ഥലമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ചെറിയൊരു നേരമായിട്ടുള്ള റോഡാണ്. പോകുന്ന എല്ലാം വലിയ കണ്ടെയ്നേഴ്സ് അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായിട്ടൊക്കെ പോകുന്ന വണ്ടികളൊക്കെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി എല്ലാ ലോറികളും ആ ടൈപ്പാണ് ഇതിലെ പോകുന്നത്. ഇത് അടുത്തത് വരുന്നത്.